നമ്മുടെ പേരെന്തായിരുന്നു? ബ്രോ ഞാനപ്പോ ബ്രോ ഞാൻ പറഞ്ഞ കാര്യം വേറൊന്നുമല്ല. നിങ്ങളിപ്പോ ഇങ്ങനെ നമ്മളോട് ക്വസ്റ്റ്യങ്ങൾ ഇത്ര നേരം നിങ്ങളോട് ചോദിച്ചു. ഞാൻ അതിൻ്റെതായ രീതിക്കാണ് ഞങ്ങൾ രണ്ടാളും നിങ്ങളോട് മറുപടി തന്നത്. അതിന്റെ രീതിക്ക് നിങ്ങളോട് ഞാൻ മറുപടി തന്നത്. നിങ്ങൾ മനസ്സിലായി. നിങ്ങളോട് ഞാൻ 1000 പ്രാവശ്യം നിങ്ങൾ എന്നോട് അതിനെ പറ്റിയിട്ട് ചോദിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഞാൻ നിങ്ങളോട് കരഞ്ഞു. കാരണം കരഞ്ഞു പോയി. അപ്പോഴത്തെ സിറ്റുവേഷൻ അതായത് കൊണ്ട് കരഞ്ഞു പോയതാണ്. അല്ലാതെ മനഃപൂർവ്വം നമ്മളത് വേണമെന്ന് വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തതല്ല. അപ്പൊ നിങ്ങൾ വീണ്ടും ചോദിക്കേണ്ട ആവശ്യമില്ല. ശരി തന്നെയാണ്. നിങ്ങളിപ്പോ അതിനോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞു അതിനെ പറ്റിയിട്ട്. ഞാനെ പറ്റി പറഞ്ഞില്ലേ? രണ്ടാമത് നിങ്ങൾ ചോദിച്ചില്ലേ? നിങ്ങൾ കേട്ടോണ്ടിരിക്കല്ലേ? നിങ്ങൾ ആള് ചോദിക്കുന്നത് കേട്ടായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ആളുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ മേഘന. ഞാൻ പറഞ്ഞു നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല കാര്യം. ഒരിക്കലും അതിനെ പറ്റി ചോദിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നം അതല്ലടിയാ. ഇതിപ്പോഴേ അന്നിപ്പോ കരഞ്ഞ കേസില്ലേ, ഇവരതിനോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ നമ്മൾ തമ്മിലുള്ള കണക്ഷൻ അങ്ങനെയാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ പിന്നീട് പറഞ്ഞപ്പോ ഞാൻ കരഞ്ഞു പോയതാണ്. ആ ഒരു ഘട്ടത്തിൽ ഞാൻ കരഞ്ഞു പോയതാണെന്ന് പറഞ്ഞു. അത് വീണ്ടും ചോദിക്കുന്നതിന് കരയേണ്ട ആവശ്യമുണ്ട്. കരയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് നമ്മൾ തമ്മിലുള്ള റിലേഷൻ അങ്ങനെയാണ്. ഞങ്ങൾ ഓൾറെഡി അത് വിളിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ പണിയായോ? പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്തായിട്ട് അത് നിങ്ങൾ തന്നെയല്ലേ ഒന്ന് ചോദിക്കാൻ പറഞ്ഞത്? ആണല്ലോ. അല്ലാതെ പുള്ളിക്കാരൻ ചോദിച്ചിട്ടില്ല. പുള്ളിക്കാരന്റെ ഇതില് അത് ഇത്രയെങ്കിലും ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ ചോദ്യം കട്ട് ചെയ്തിട്ട് വിടാം. അത് വേണ്ട. ഞാൻ നിങ്ങളോട് കൃത്യമായിട്ടല്ലേ പറഞ്ഞത്. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ അന്ന് ചോദിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കത്തില്ല. കാരണം ആള് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇങ്ങനെ വീണ്ടും അങ്ങനെ ചോദിച്ചു കാര്യം. പിന്നെ വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് കാര്യം. അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി. അന്നത്തെ സിറ്റുവേഷൻ അങ്ങനെ സംഭവിച്ചു പോയി. അല്ല നമ്മള് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമേ വിളിച്ചപ്പോഴേ പറഞ്ഞായിരുന്നത് അത് പ്രാങ്ക് ചെയ്യാൻ പോകുന്ന അങ്ങനെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പ്രശ്നമൊന്നും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. അതിനെപ്പറ്റി ഒരു എപ്പിസോഡിന്റെ ബാക്കിയായിട്ടൊരു ചോദ്യം ചോദിച്ചെന്നുള്ളൂ നമ്മൾ. അല്ലാണ്ട് അതിനകത്ത് അല്ല ഞാൻ അന്ന് കഴിഞ്ഞതിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നില്ല. കാരണം അന്ന് നിങ്ങൾ പ്രാങ്ക് എന്ന രീതിക്ക് പിന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. ആളെ കൊണ്ട് പ്രാങ്കായിട്ട് ചെയ്യിച്ചു. അതിന് പ്രശ്നമൊന്നുമില്ല. ക്യാമറ ഇല്ല ഞാനേ ശരിക്കും നിങ്ങളോട് ദേഷ്യപ്പെട്ടതല്ലേ. നിങ്ങളോട് ദേഷ്യപ്പെട്ടത് നിങ്ങളിപ്പോൾ ആരാണോ നിങ്ങൾക്ക് ഈ രീതി ക്വസ്റ്റ്യൻ റെഡിയാക്കിയിരുന്ന ആളോടത്തുള്ള ഞാൻ പറയുന്നില്ല. അതെനിക്ക് അറിയില്ല ആരാണോ പുള്ളിക്കാർ കോർഡിനേറ്റ് ചെയ്യുന്ന ആരാണോ അവരായിരിക്കും. എനിക്കറിയില്ല ആരാണോ. ശരിക്കും നമ്മളോട് ഒരാൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ ആളെ ഹർട്ട് ചെയ്തൊരു കാര്യമാണ് ഇങ്ങനെ ഒരു കേസ്. നിങ്ങൾ ഒരിക്കൽ ചോദിക്കാം, അതിൽ പ്രശ്നമില്ല. രണ്ടാമത് ചോദിക്കാം, അതിൽ തെറ്റില്ല. വീണ്ടും മൂന്നാമത് അല്ലാതെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്ക് വീണ്ടും അത്ര വിഷമം വരത്തേ ഉള്ളൂ. അപ്പൊ എനിക്ക് അങ്ങനെ എഴുതുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തത്. അല്ലാതെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതല്ല. അളിയാ ഇവരെ ചാനലിൽ തന്നെ ക്യാമറ അതെ അന്ന് ഞാന് അളിയ എനിക്ക് പ്രാങ്ങുന്നത് ഇവരെ ഇതേ ചാനലല്ലേ വന്നത്. അത് തന്നെയാണ്. അപ്പൊ അതേ ഇതല്ലേ അവരെന്നല്ലേ ഇതു. അപ്പൊ നമ്മള് തന്നെ ചെറിയൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. അതായത് അളിയനത് പ്രാങ്ങാക്കണം മനസ്സിലായില്ലേ. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇതിനുള്ള പരിപ്പുടെ ഞാൻ തരുന്നുണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേതായാലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്.